നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ കേരളം ആകെ UDFന്റെ വലിയ തരംഗം ആഞ്ഞടിക്കുകയാണ്. ഇത് പിണറായി വിരുദ്ധ തരംഗമാണോ ഭരണവിരുദ്ധ തരംഗമാണോ എന്നുള്ള സംശയം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. 100-ന് മേൽ സീറ്റുകൾ നേടിക്കൊണ്ട് UDF അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് ഈ ഫലം ഇനി പൂർണ്ണമായും വരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴും അവശേഷിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ല കേരളത്തിലെ UDF പ്രവർത്തകരെ അടക്കം ഞെട്ടുകയാണ്. കഴിഞ്ഞ 25 വർഷക്കാലമായി കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാതിരുന്ന കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ 13-ൽ 12 UDF തൂക്കിയിരിക്കുകയാണ്. ഇതിനിടെ ശ്രദ്ധേയമായ ഒരു മത്സരം നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലായിരുന്നു. ബാലുശ്ശേരിയിൽ നിലവിലെ MLA സച്ചിൻ ദേവിനെ നേരിടാനായിട്ട് UDF കളത്തിലിറക്കിയത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് VT സൂരജിനെയാണ്. താരതമ്യേന പുതുമുഖമായ VT സൂരജിന്റെ ആദ്യ അംഗത്തിൽ തന്നെ സച്ചിൻ ദേവിനെ മലർത്തിയടിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഏതാണ്ട് 10,000-ന് മേൽ ഭൂരിപക്ഷമാണ് ഇപ്പോൾ ഈ പൂർണ്ണമായ ഫലം വന്നിട്ടില്ല. എന്നാൽ പോലും ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ VT സൂരജിന്റെ വിജയം 100% ഉറപ്പാണ്. ഇവിടെ പ്രവർത്തകർ ആഹ്ലാദവും ആഘോഷവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. VT സൂരജ് നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. സൂരജ് ബ്രോ, ഇപ്പം സൂരജ് ബ്രോ കന്നി അംഗത്തിൽ തന്നെ വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്. എന്താണ് പറയുന്നത്? ബാലുശ്ശേരിയിലെ ജനങ്ങളുടെ വിജയമാണിത്. ബാലുശ്ശേരി കഴിഞ്ഞ കുറെ കാലമായി ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചവർ വോട്ട് ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ചു. ബാലുശ്ശേരിയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി രാവും പകലുമില്ലാതെ ഊണുമുറക്കവുമില്ലാതെ ഭക്ഷണം മാറ്റിവെച്ച് എല്ലാം മാറ്റി പ്രവർത്തിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തകരെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുന്നു. ജില്ലയിലെ പാർട്ടി ലീഡർഷിപ്പിനെ, പാർട്ടി നേതൃത്വത്തെ, UDF നേതൃത്വത്തോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നേരിട്ടൊരു നിയമസഭാ സാമാജികനാവുകയാണ്. പാർട്ടി വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്താണ് പാർട്ടിയുടെ എന്താണ് പ്രതീക്ഷകൾ? ബാലുശ്ശേരി വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഇന്നാൾ വരെ പാർട്ടി ഏൽപ്പിച്ച, സംഘടന ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളോടും നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങളോട് കൂടുതൽ ചേർന്നുകൊണ്ട് ജനങ്ങളുടെ പ്രയാസങ്ങളും അവരുടെ പ്രശ്നങ്ങളും ബാലുശ്ശേരിയുടെ സാധ്യതകളെയും ഒക്കെ മനസ്സിലാക്കി ബാലുശ്ശേരിക്കൊപ്പം ചേർന്നുകൊണ്ട് ഒരു ചെറിയ പ്രായത്തിൽ വലിയൊരു അവസരം തന്ന, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ബാലുശ്ശേരിയോടൊപ്പം ഇനി ജീവിതകാലം മുഴുവൻ എക്കാലവും ആ നാടിന് വേണ്ടി പ്രവർത്തിക്കാനും ആ നാടിന് വേണ്ടി നിലകൊള്ളാനും ബാലുശ്ശേരിയിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനും ഞാനുണ്ടാവും. ഇതിനിടെ രസകരമായ ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവിനെയാണ് ബാലുശ്ശേരിയിൽ VT സൂരജ് മലർത്തിയിടിച്ചിരുന്നത്. നിലവിൽ MLA ആയിരുന്ന സച്ചിൻ ദേവ് 2ാം അംഗത്തിലാണ് ഇത്തരത്തിൽ VT സൂരജിനോട് പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായി LDF കുത്തക പോലെ കൊണ്ടു നടന്ന ഒരു മണ്ഡലം ബാലുശ്ശേരി ഇത്തവണ സച്ചിൻ ദേവിൽ നിന്നും VT സൂരജ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. ആര്യ രാജേന്ദ്രനെ നാട്ടുകാർ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവിനും അധികാരത്തിന്റെ പുറത്ത് ഇനി ഇരിക്കാമെന്നുള്ളതാണ്. എന്ത് തന്നെയായാലും VT സൂരജ് വിജയിച്ചിരിക്കുകയാണ്. കോഴിക്കോട് UDF ഞെട്ടിക്കുന്ന വിജയം നേടിയിരിക്കുകയാണ്. കേരളത്തിലും അതെ, ആരാണ് ഇനി മുഖ്യമന്ത്രിയാവുക എന്ന ചോദ്യം മാത്രം ബാക്കി.